കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ്. അതിൽ മികച്ച ഗായിക അത് കേരളത്തിലേക്കാണ്, കോട്ടയത്തേക്കാണ്, വൈക്കത്തേക്കാണ്, അത് വൈക്കം വിജയലക്ഷ്മിക്കാണ് എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു ചേച്ചി ഈ ഒരു ദേശീയ അവാർഡ് എത്തിയപ്പോൾ? വാട്ട് എ സർപ്രൈസ് ഈശ്വര, ഭഗവാന്റെ ഒരു സർപ്രൈസ്. പ്രതീക്ഷിച്ചിരുന്ന ഒരു അവാർഡായിരുന്നു? പ്രതീക്ഷിച്ചിരുന്നു. പാട്ട് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ, അമ്മയും അച്ഛനും മുതൽ എല്ലാവരും. എന്നിട്ട് എല്ലാവരും ഒരു പ്രതീക്ഷ തന്നിരുന്നു ഈ പാട്ട് കേട്ടവരൊക്കെ? കേട്ടത് മ്യൂസിക് ഡയറക്ടർ ഉൾപ്പെടെ, ദീപു സാർ, പിന്നെ ഫിലിം ഡയറക്ടർ മനു മഞ്ജിത്തേട്ടൻ, എല്ലാവരും പറഞ്ഞു കേട്ടോ, പ്രതീക്ഷയൊക്കെ തന്നായിരുന്നു. അപ്പോൾ അത് സഫലമായി, പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. അത് ഈശ്വരാനുഗ്രഹമാണ്, ഗുരു കടാക്ഷം, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം, പിന്നെ നിങ്ങളെ പോലുള്ള മാധ്യമ സുഹൃത്തുക്കളും ജനങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം, പ്രാർത്ഥന ഒക്കെയാണ്. ആശംസകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ടി വി കേട്ടിരുന്നോ, അല്ലെങ്കിൽ അത് വെച്ചിരുന്നോ സമയത്ത് ടി വി ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് മറ്റേ സുഭാഷ് ഏട്ടനെ വിളിച്ച് പറഞ്ഞു, എറണാകുളത്തെ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്നത്. എനിക്കൊരു സല്യൂട്ട് എന്നൊരു ഇത് ചെയ്തായിരുന്നു ഡോക്യുമെൻ്ററി. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം വിളിച്ച് പറഞ്ഞത്. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. എന്താ നാഷണൽ അവാർഡുണ്ട് അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല. ARM അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും അത്ഭുതമായി, രോമാഞ്ചമായി, സന്തോഷമായി. ഒരുപാട് അവാർഡുകൾ കിട്ടിയിരുന്നു. അപ്പോൾ ഒരു ദേശീയ അവാർഡ് എന്നുള്ളതായിരുന്നു, അതുകൂടി എത്തിയിരിക്കുന്നു അല്ലേ ഇവിടുത്തെ ഷെൽഫുകളിലേക്ക്? അതെ അതെ, അതൊരു ഭാഗ്യമാണ്, എല്ലാം ഈശ്വരാനുഗ്രഹമാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി നിൽക്കുമായിരിക്കും അല്ലേ? അതെ അതെ, എല്ലാവരും സന്തോഷം. എന്താ അമ്മ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഞാനും പറഞ്ഞു മോളെ ഇത് കിട്ടും, ഇത് ഇന്ന് തന്നെ കിട്ടുന്നുള്ള അറിഞ്ഞില്ല. ഇപ്പം സെപ്റ്റംബറിലൊക്കെ പ്രഖ്യാപിക്കണേ. പ്രതീക്ഷിതമായിട്ട് വന്നതാണെന്നാണോ? അപ്രതീക്ഷിതമായിട്ടല്ല, കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഇത് പാടിയപ്പോൾ തന്നെ കൊച്ചു പിള്ളേർ മുതൽ വലിയ ആൾക്കാർ ലോകമെമ്പാടും ഈ പാട്ട് അംഗീകരിച്ച ഒരു പാട്ടാണ്. അതിന് ദീപുനാരായണൻ അവർക്കും സംഗീത സംവിധാനം, അതിൻ്റെ ഡയറക്ടർ, എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അവരും അന്നത് ഈ ഒരു പാട്ടിന് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വരി ഞാൻ അതിന്റെ ഇടയിൽ നിന്നൊരു വരി വയ്ക്കുകയാണ്. നീ നടന്നു പോകുമാ എന്നുള്ള ഭാഗത്തൊട്ടൊന്ന് പാടാമോ? നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ, കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി, എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ, ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ, തൊട്ടു തലോടിക്കൊണ്ട് കാറ്റില്ലേ നൊമ്പരം മാറ്റിടുവാൻ, ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും, മൂടുന്നീരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും, നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും, കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. വളരെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പാട്ടിന്, അതുകൊണ്ടാണ് ഞാൻ അതന്നെ ചോദിച്ചത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാട്ടിലേക്ക് എത്തിച്ച ആളുകൾ കൂടി ഉണ്ടല്ലോ, അവർ പാട്ട് തന്ന ആളുകൾ കൂടി ഉണ്ട്. ശരിക്കും അവർ പാട്ട് തന്നില്ലെങ്കിൽ ഈ ഒരു അവാർഡ് നമുക്കിലേക്ക് എത്തില്ലായിരുന്നു. അതെ തീർച്ചയായിട്ടും, അതാണ് ഒരു നിമിത്തം അല്ലേ. അവരോടൊരു സന്തോഷവും സ്നേഹവും ഒക്കെ പങ്കുവെക്കാൻ ഉണ്ടല്ലോ. സന്തോഷവും സ്നേഹവും പങ്കുവെക്കണം ധാരാളം. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അതാണ് തന്നെയാണ് എന്തായാലും. ARM സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ദീപുനാരായണൻ തോമസ് സാർ, ലിറിക്സ് മനു മഞ്ജിത് സാറിനും, ഫിലിം ഡയറക്ടർക്കും, പ്രൊഡ്യൂസറും, അഭിനയിച്ച എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. വലിയൊരു അടക്കാനാവാത്ത വലിയ സന്തോഷത്തിലൂടെയാണ് പോകുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇത്തരത്തിലുള്ള സന്തോഷമുള്ള ദിവസം ഒന്നും ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല. ഇല്ല അതാണ് ഭയങ്കര സർപ്രൈസ്. അപ്പോൾ എന്തായാലും മലയാളക്കരയിലേക്ക് വീണ്ടും ഒരു മികച്ച ഗായിക എന്ന അവാർഡ് തേടിയെത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ വൈക്കത്തിന്റെ സ്വന്തമായ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയിലൂടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷം കൂടിയുണ്ട് എന്നാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.